വലിയ നോമ്പിന്റെ 41-ാം നാൾ പുരാതന ക്രിസ്ത്യാനികൾ പരമ്പരാഗതമായി ആചരിക്കുന്ന ദിനമാണ് കൊഴുക്കട്ട ശനി. 50 നോമ്പിന്റെ ആദ്യ 40 ദിവസങ്ങൾ ഈശോ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചതിനെയും പിന്നീട് 10 ദിവസങ്ങൾ ഈശോയുടെ പീഡാസഹനത്തെയും ഓർത്ത് ക്രിസ്ത്യാനികൾ നോമ്പനുഷ്ഠിക്കുന്നു. കർത്താവ് 40 ദിവസങ്ങൾക്ക് ശേഷം ഉപവാസം അവസാനിപ്പിച്ചതിനെയോർത്ത് ക്രൈസ്തവരും 41-ാം ദിവസം നോമ്പ് വീടുന്നു. എന്നാൽ പിന്നീടുള്ള 10 ദിവസം കർത്താവിന്റെ പീഡാനുഭവത്തെ ഓർത്ത് നോമ്പനുഷ്ഠിക്കുന്നതുകൊണ്ട് അതുവരെ അനുഷ്ഠിച്ചു വന്ന നോമ്പിന്റെ തീഷ്ണത ഒട്ടും കുറയ്ക്കാതെ നോമ്പ് വീടുന്നതിനാണ് കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്. കൊഴു എന്നാൽ മഴു എന്നർത്ഥം. കൊഴു ഭൂമിയെ പിളർന്നു ചിതറിക്കുന്നത് പോലെ പാതാളവാതിൽക്കൽ അവരുടെ അസ്ഥികൾ ചിതറിക്കപ്പെട്ടു എന്ന വചനം അനുസ്മരിച്ചുകൊണ്ട് നോമ്പിനെ മുറിക്കാൻ ഉപയോഗിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് കൊഴുക്കട്ട എന്ന് ഈ പലഹാരത്തിന് പേരുണ്ടായത്. ലാസറിന്റെ ശനി എന്നും ഈ ദിവസം അറിയപ്പെടുന്നുണ്ട്. ഈശോ താൻ ഉയിർപ്പിച്ച ലാസറിന്റെ ഭവനത്തിലെത്തിയപ്പോൾ ലാസറിന്റെ സഹോദരിമാർ തിടുക്കത്തിൽ മാവ് കുഴച്ച് തയ്യാറാക്കിയ ഭക്ഷണത്തിന്റെ ഓർമ്മയ്ക്ക് കൂടിയാണ് ക്രിസ്ത്യാനികൾ ഈ ദിവസം കൊഴുക്കട്ട തയ്യാറാക്കുന്നത്. പീഡാനുഭവ ചരിത്രത്തിൽ ഈശോയെ എറിയാൻ ഉപയോഗിച്ച കല്ലുകളെ അനുസ്മരിപ്പിക്കുന്നതാണ് കൊഴുക്കട്ടയെന്ന് ഒരു വിശ്വാസവുമുണ്ട്. ഈശോയെ തൈലാഭിഷേകം നടത്താൻ ഭക്തസ്ത്രീകൾ കരുതിവെച്ച സുഗന്ധദ്രവ്യങ്ങൾ അടക്കം ചെയ്ത പാത്രത്തെ സൂചിപ്പിക്കുന്നതാണ് മധുരം അകത്തു ചേർത്ത കൊഴുക്കട്ടയെന്ന് മറ്റൊരു വിശ്വാസം.